ഹലോ ഗൈസേ, പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തപ്പെട്ടപ്പോൾ രഞ്ജിത്തിൻ്റെ സിനിമകളിലുള്ള പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് വലിയ രീതിയിൽ ചർച്ചകൾ വരുന്നുണ്ട് ഗൈസ്. രഞ്ജിത്തിൻ്റെ സിനിമകളിലുള്ള പാട്രിയാർക്കലായിട്ടുള്ള ഒരു ഗ്ലോറിഫിക്കേഷന് എതിരായിട്ട് രഞ്ജിത്തിൻ്റെ ദേവാസുരം എന്നുള്ള സിനിമ വന്നത് മുതൽ അതാണല്ലോ ഒരു മൈൽ സ്റ്റോൺ എന്ന രീതിയിൽ സാധാരണ രഞ്ജിത്തിൻ്റെ സിനിമകളിൽ നമ്മൾ കാണുന്നൊരു സംഗതി, ദേവാസുരം സിനിമ. അപ്പോൾ ആ സിനിമ ഇറങ്ങിയത് മുതൽ ഇങ്ങനെ വലിയ രീതിയിൽ സ്ത്രീകളെ ഒരു എന്താ പറയുക, ചുമ്മാ ശരീരം എന്നുള്ള രീതിയിൽ മാത്രം കാണുന്ന ഒരു ഡയറക്ടർ, ഒരു ആർട്ടിസ്റ്റാണ് രഞ്ജിത്ത് എന്ന രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് വന്നിരുന്ന കേസ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെയുള്ള വളരെ മാസ്കുലിനായിട്ടുള്ള ലാലേട്ടൻ കഥാപാത്രങ്ങളെ വലിയ രീതിയിൽ തലയിലേറ്റി നെഞ്ചിലേറ്റി നടന്നുള്ള ഒരു സമൂഹമാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്ത്രീകളെ ഒട്ടും ഒരു മനുഷ്യജീവിയായി പോലും കരുതാത്ത രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റാണ് കുട്ടിഘോഷിക്കപ്പെടുന്നത്. അത് രഞ്ജിത്താണ് അതിൻ്റെ പിന്നിൽ. സംവിധായകൻ എന്നതിനപ്പുറത്തേക്ക്, ഇപ്പോൾ ദേവാസുരത്തിൻ്റെ സംവിധാനം രഞ്ജിത്തല്ല, ഐ വി ശശിയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പക്ഷേ ഐ വി ശശിക്കല്ല അവിടെ ഈ ഒരു ചീത്തപ്പേര് വന്നിരുന്നത്, രഞ്ജിത്തിനായിരുന്നു. പിന്നീട് രാവണപ്രഭു അങ്ങനെയുള്ള സിനിമകളും ലാലേട്ടൻ പൗരുഷത്തിൻ്റെ മുഖം എന്ന രീതിയിൽ കേരള സമൂഹത്തിൻ്റെ, മലയാളി സമൂഹത്തിൻ്റെ ഒരു സൈക്കിൾ വന്നപ്പോഴും അപ്പോഴും ആ സിനിമ ഹിറ്റായപ്പോഴും ചീത്തപ്പേര് രഞ്ജിത്തിനായിരുന്നു. അതായത് ഇപ്പോഴും സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നില്ല എന്നൊരു സംഗതി. രഞ്ജിത്തിൻ്റെ സിനിമകളുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മൂപ്പര് നാടകത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ മൂപ്പർക്ക് മലയാളികളുടെ സൈക്കി കൃത്യമായിട്ട് അറിയാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൂപ്പര് ഇന്ത്യൻ റുപ്പി എന്നുള്ള സിനിമ, അപ്പോൾ മൂപ്പര് പിന്നീട് ഡയറക്ഷനിലേക്കൊക്കെ വന്നൂല്ലേ, അവിടെയൊക്കെ എനിക്ക് തോന്നുന്നില്ല രഞ്ജിത്തിൻ്റെ ദേവാസുരം എന്നുള്ള സിനിമയിലോ അല്ലെങ്കിൽ എന്താ പറയുക രാവണപ്രഭു എന്നുള്ള സിനിമയിലോ സ്ത്രീകൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കാത്തൊരു അതേ ആറ്റിറ്റ്യൂഡിലാണ് ഇന്ത്യൻ റുപ്പി എന്നുള്ളൊരു സിനിമ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ്. അവിടെ നായകൻ്റെ ഒരു ബാക്ക് ബോൺ, നട്ടെല്ല് എന്ന രീതിയിൽ തന്നെ ആ ഒരു സ്ത്രീ കഥാപാത്രത്തെ എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇവിടെ രഞ്ജിത്തിനെതിരെ പീഡന പരാതികൾ ആദ്യമല്ല. ഒരു ബംഗാളി നടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് അതിനുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അതിനുശേഷം വേറൊരു ഒരു ചെങ്ങായി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, താജ് ഹോട്ടൽ ഏതൊരു ഹോട്ടലിൽ വെച്ചിട്ട് പീഡിപ്പിച്ചു രഞ്ജിത്ത് എന്നൊക്കെ. ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സാധനം പുറത്തേക്ക് വന്നതൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത് എന്നതുകൊണ്ട് കോടതി കുറ്റവിമുക്തൻ അത് കാര്യമായിട്ട് എടുത്തില്ല. പല കേസുകളിൽ നിന്നും കുറ്റവിമുക്തനായി അങ്ങനെയുള്ളൊരു സംഗതിയൊക്കെ ഉണ്ടായിരുന്നു. ആഴ്ചകൾക്കുള്ളിൽ തന്നെ കുറ്റവിമുക്തനായി ആഴ്ചകൾക്കുള്ളിൽ തന്നെ മൂപ്പർക്കെതിരെ ഇങ്ങനൊരു പീഡന പരാതി വന്ന് മൂപ്പര് അറസ്റ്റിലായി. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ രഞ്ജിത്ത് പാർട്ടിയുടെ ഒരു എന്താ പറയുക ചൂട് പിടിച്ചിട്ടാണ് നിലകൊള്ളുന്നത് എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു ആരോപണം വരുന്നുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഇവിടെ DYFIയുടെ ഒരു പരിപാടിക്ക് മുഖ്യാതിഥിയായിട്ട് രഞ്ജിത്തിനെയാണ് കൊണ്ടുവന്നിരുന്നത്. അന്ന് തന്നെ വലിയ രീതിയിൽ സമൂഹത്തിൽ നിന്ന് പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ഫ്യൂഡൽ മാടമ്പിത്തരം, അതായത് വരിക്കാശ്ശേരി മന ഇങ്ങനൊരു സംഗതിയൊക്കെ വെച്ചിട്ട് നായർ, അതേപോലെ തന്നെ വേറെന്ത് സാധനം, ഇങ്ങനെയുള്ള സമുദായത്തെ ഉയർത്തി കാണിക്കുന്ന ജാതീയത കൊടികുത്തി വാഴുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ സിനിമകൾ ചെയ്യുന്ന, ജാതീയത വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് രഞ്ജിത്തിൻ്റെ സിനിമകൾ, രഞ്ജിത്തും എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു സംഗതി വന്നിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് ജാതീയതയ്ക്കെതിരാണ്. പിന്നെ എങ്ങനെയാണ് രഞ്ജിത്തിനെ പോലുള്ള ഒരാൾ, രഞ്ജിത്തിനെ പോലെ എന്നല്ല, രഞ്ജിത്തിനെ ഒരു മുഖ്യ അതിഥിയായിട്ട് ഒരു പരിപാടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിപാടിക്ക് കൊണ്ടുവരുന്നത് എന്നായിരുന്നു ആരോപണം ഉണ്ടായിരുന്നത്. രഞ്ജിത്ത് നമ്മുടെ സിനിമാ ലോകത്തിൻ്റെ തലതൊട്ടപ്പനായിട്ട്, ഇപ്പോൾ ആ ഒരു സംഘടനയുടെയൊക്കെ തലതൊട്ടപ്പനായിട്ട് നിൽക്കുന്ന സമയത്ത്, അക്കാദമിയുടെ ചെയർമാനായിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പോഴും രഞ്ജിത്തിനെതിരെ വലിയ രീതിയിൽ ഇങ്ങനെയുള്ള സംഗതികൾ വന്നിരുന്നു. രഞ്ജിത്ത് എന്ന് പറയുന്നത് ഫ്യൂഡൽ മാടമ്പിത്തരം സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന, അതിനെ എന്താ പറയുക തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ജാതി കോമരമാണ്, ജാതി ഭ്രാന്തുള്ള ഒരാളാണ്, സ്ത്രീകളൊട്ടും ബഹുമാനിക്കാത്ത രീതിയിലുള്ള സിനിമകളാണ് ചെയ്യുന്നതെന്നൊക്കെ. എന്തായാലും രഞ്ജിത്തിൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നുള്ളത് നല്ല കഴിവുള്ള ഒരു കലാകാരനാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം ഞാൻ കുറച്ചും പറഞ്ഞൊരു, സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം മൂപ്പര സിനിമയിൽ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ആർട്ട് വർക്കാണ് കേസ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വയലൻസ് ഒന്നും കാണിക്കുന്ന സിനിമകൾ ഇറക്കാൻ പറ്റില്ല, വില്ലന്മാരൊന്നും സിനിമയിലിപ്പോൾ പാടുന്നില്ല അല്ലേ. ഇപ്പോൾ നമ്മൾ മിന്നൽ മുരളി സിനിമയുടെ അവസ്ഥ ആലോചിച്ചേക്കുക, അതിൽ വില്ലനാരാ, വില്ലെന്ന് ആ മനുഷ്യനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല.
പക്ഷെ എന്നാലും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക, ആ വില്ലനെ കൊല്ലുകയാണ് ചെയ്യുന്നത് അവസാനം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ എന്ന രീതിയിലാണ് ആർട്ട് വരുന്നത്. സിനിമ സാഹിത്യം പെയിൻറ്റിങ് എല്ലാം അവസാനം. അപ്പോൾ സിനിമ എന്നുള്ളതിനെ ഒരു ആർട്ട് വർക്കായിട്ട് കണ്ടാൽ പോരെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. പിന്നെ അയാൾ സ്വന്തം ജീവിതത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്ന് അയാളുടെ സിനിമ വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റുമോ എന്നുള്ള സംശയം കൂടി എനിക്കുണ്ട് ഗൈസ്. ഞാൻ ഈ രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല, അയാളുടെ പേഴ്സണൽ ലൈഫ് എന്താണോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഞാനിവിടെ അതല്ല, ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നോക്കുമ്പോൾ രഞ്ജിത്ത് അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നിയുള്ളത്. അദ്ദേഹത്തിൻ്റെ ആർട്ട് വർക്കിൽ, ഇപ്പോൾ ഒരാളുടെ ആർട്ട് വർക്കിൽ കാണിക്കുന്നത് തന്നെ ആവണം അയാളുടെ ജീവിതത്തിലുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് പറയാൻ പറ്റില്ല ഗൈസ്. അതെങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പോൾ വയലൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ട് എഴുതിയിട്ടുള്ള കുറേ നോവലുകൾ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അത് എഴുതിയ ആളുകളും അങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ നേരെ ഐറണിക്കലായ വിരുദ്ധാഭാസം നിറഞ്ഞുള്ള പല ആർട്ട് വർക്കുകളും വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ വൈലോപ്പിള്ളിയാണോ അതോ വേറെ ആരോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഗേസ്, മൂപ്പരുടെ കവിതകളിലൊക്കെ മൃഗസ്നേഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതായത് മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കവി. ആ കവി എന്ത് ചെയ്തിരുന്നു, സ്വന്തം ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് നാടൻ കോഴികളെ കൊന്ന് കറി വെച്ച് കശാപ്പടിച്ച് തിന്നുന്ന ഒരു മനുഷ്യരായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവം. നമ്മളൊരു ആർട്ട് വർക്കിനെ വിലയിരുത്തുമ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, ആർട്ടിലുള്ള അതേ ആറ്റിറ്റ്യൂഡ് തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ആർട്ടിനെ ആർട്ടായി കാണുക എന്നുള്ളൊരു സംഗതിയാണ്. പിന്നെ രഞ്ജിത്തിനെ ഇവിടെ പീഡന പരാതിയിൽ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു സംഗതി എന്താ വെച്ചാൽ അവനവൻ ചെയ്യുന്നതിൻ്റെ കർമ്മം ഒരു ഫലം നമ്മൾ അനുഭവിക്കും എന്നുള്ളൊരു സാധനമുണ്ട്, കർമ്മ എന്നുള്ളൊരു സംഗതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ മൂപ്പര് മാടമ്പിത്തരം ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരാളാണ് എന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേസ്. എന്ന് കരുതി അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെയൊന്നും നമുക്ക് നെഗേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റൂല, എനിക്ക് പറ്റൂല. പേഴ്സണലി ഇപ്പോൾ പല ജയിലിൽ കടന്നുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ പേഴ്സണൽ ലൈഫ് വേറെ, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് വേറെ എന്ന് വെച്ചാൽ ഒരു ആർട്ടിലൂടെ കാണിക്കുന്ന ലൈഫ് വേറെ. അങ്ങനെയാണ് ഞാൻ ഇതിനെ കരുതുന്നത് കേസ്. നമ്മളൊരു കൾച്ചറൽ സ്റ്റഡീസിൻ്റെ പേഴ്സ്പെക്റ്റീവിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പല ആർട്ടിസ്റ്റുകളും ജയിലിൽ കടന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ജയിലിൽ ഇരുന്നുകൊണ്ട് നോവലുകൾ എഴുതിയ നോവലിസ്റ്റുകൾ നമുക്കുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവം. അപ്പോൾ ഇവിടെ ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജിത്തിൻ്റെ ഈ ഒരു കാര്യത്തിൽ വരുന്ന സമയത്ത് തെളിവുകളില്ലാണ്ട് പാർട്ടിയുടെ ബലത്തിലുമാണ്, അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടും സാക്ഷികളെ സ്വാധീനിച്ചു കൊണ്ടൊക്കെയാണ് രഞ്ജിത്ത് ഇത്രയും കാലം സുഖസുന്ദരമായിട്ട് ഇവിടെ വിലസിയിരുന്നത് എന്നൊരു സംഗതി പൊതുവേ സ്ത്രീപക്ഷവാദികൾക്ക് കൂടുതലായിട്ടുണ്ട് കേസ്, അല്ലെങ്കിൽ ന്യൂട്രലായ രീതിയിൽ ഇതിനെ കാണുന്നത്. പാർട്ടിയുടെ അടിമകളായ ആളുകൾ എന്താ വെച്ചാൽ ഈ പാർട്ടിയിലുള്ള ആളുകൾക്ക് പീഡനം നടത്തിയ ആളുകളായാലും അവർ പാർട്ടിയുടെ ഒരു കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് തീവ്രത അളന്നിട്ട് കുറ്റവിമുക്തരാക്കുന്ന, അതായത് അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള സംഭവമൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ പി കെ ശശിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. പാർട്ടിയുടെ ഉള്ളിൽ തന്നെ കോടതി പോലെ ഉണ്ടാക്കിയിട്ട് പാർട്ടി കോടതി തീവ്രത വെച്ചിട്ട് ഒരു ക്രൈമിൻ്റെ ഒരു മെറിറ്റിനെ അളക്കുന്ന രീതിയിലുള്ള ഒരു സംഗതി. അത് പൊതുസമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു ചതിയാണ്, വലിയൊരു സംഭവമാണ്. അത് മനുഷ്യൻ്റെ അവകാശങ്ങളും മനുഷ്യൻ്റെ ഡിഗ്നിറ്റി, ബേസിക്കായിട്ടുള്ള ഒരു അന്തസ്സിനെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് കേസ്. അപ്പോൾ ഇവിടെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ത്രീകളെ ഒട്ടും പ്രാധാന്യം കൊടുക്കാത്ത രീതിയിൽ, സ്ത്രീകൾക്ക് പുല്ലുവില പോലും കൊടുക്കാത്ത സ്ത്രീ കഥാപാത്രങ്ങളാണ് മോഹൻലാലിനെ നായകനാക്കിയിട്ട് രഞ്ജിത്ത് ചെയ്ത പല സിനിമകളിലുള്ളതെന്ന് പറയുന്ന ഈ പല ആളുകളും അതിലെ നായികയായിട്ടും അതിലെ പല വേഷങ്ങളായിട്ട് സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ഇതിൻ്റെ വേറൊരു തമാശ എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഈ പീഡനത്തിനെ വില കുറച്ച് കാണുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റിനെ ഇല്ലാണ്ടാക്കി സംസാരിക്കുന്നതോ അല്ല കേട്ടോ. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഘോരം സംസാരിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ എവിടെ? പാർവതി തിരുവോത്തൊക്കെ രഞ്ജിത്തിനെതിരെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ട്? അപ്പോൾ ഇതൊക്കെ എന്താ സെലക്റ്റീവായിട്ടുള്ളൊരു മെമ്മറിയാണ് തോന്നുന്നത്, സെലക്റ്റീവായിട്ടുള്ള ഇടപെടലുകളാണ് തോന്നുന്നത് കേസ് ഇവരുടെയൊക്കെ ഒരു സംഭവം. പാർവതിയെ മാത്രമല്ല, ഇപ്പോൾ രേവതിക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നുണ്ട്. രേവതി രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പം എന്താണ് രഞ്ജിത്തിൻ്റെ അവസ്ഥ എന്താണ്? രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തില്ലേ? രഞ്ജിത്തിനെതിരെ എന്തുകൊണ്ട് അവർ സംസാരിക്കാത്ത? ഇവരൊക്കെയാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ മലയാള സിനിമയുടെ സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും അല്ലെങ്കിൽ എന്താ പറയുക സമത്വത്തിനും മനുഷ്യരുടെ അന്തസ്സിനും പ്രത്യേകിച്ച് സ്ത്രീകളുടെ അന്തസ്സിനൊക്കെ അവരുടെ വക്താക്കൾ എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും രഞ്ജിത്തിൻ്റെ സിനിമകൾ അടിപൊളിയാണ്, അതിൽ സംശയങ്ങളൊന്നുമില്ല. മലയാളികൾ ഒരു പക്ഷേ കേൾക്കാൻ ആഗ്രഹിച്ചതോ കാണാൻ ആഗ്രഹിച്ചോ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങളോ ഉള്ള സിനിമകൾ മൂപ്പര് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകരുടെ ലിസ്റ്റിലേക്ക് രഞ്ജിത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയത്. രഞ്ജിത്തിൻ്റെ
സിനിമകളുടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റേതിൽ പറഞ്ഞ ഒരു മോഹൻ താങ്കളൊരു നടനാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആയിരിക്കും എന്നൊക്കെ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ട് വർക്കിനെ എങ്ങനെ അത്യുന്നതിയിൽ എത്തിക്കാം എന്നുള്ളതിൻ്റെ പൾസ് മലയാളികളുടെ സൈക്കി കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് മൂപ്പര്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളും കുൽസിതങ്ങളും സാധനങ്ങളൊക്കെ വന്നുപോയി. അതിനെ കടിഞ്ഞാണിയുടെ ആരും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും മൂപ്പര് വീണ്ടും വീണ്ടും ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താ വെച്ചാൽ രഞ്ജിത്ത് കുടുങ്ങി എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഗൈസ്. എന്തായാലും ഒരു കാര്യമുണ്ട്, രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തു, രഞ്ജിത്തിൻ്റെ ഭാവി ഇതോടുകൂടി കളയണമെന്നൊന്നും എന്താ പോകണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കില്ല ഗൈസ്, ഒരു കലാസ്നേഹി കലാപ്രേമി എന്ന രീതിയിൽ. അപ്പോൾ അത് പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം കൂടുതൽ സിനിമകൾ ചെയ്യാൻ എന്താ പറയുക ഒരു ആത്മധൈര്യത്തോടുകൂടി മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പ്രതീക്ഷയ്ക്ക് ആഗ്രഹിക്കുന്നത്. അത് രഞ്ജിത്ത് എന്നല്ല, ആരായാലും. അപ്പോൾ ഇവിടെ സംഭവം എന്താ വെച്ചാൽ പലരും പറഞ്ഞിട്ടുണ്ട് ആർട്ട് വേൾഡിൽ മൂപ്പരിക്കൊരു നിരോധനം ഏർപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പല രംഗത്ത് വരുന്നത്. എന്ത് വിഡ്ഢിത്തമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇവിടെ കഞ്ചാവ്, മയക്കുമരുന്ന്, അതേപോലെ തന്നെ പെൺകേസ്, ഇതിലൊക്കെ പെട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കേസ്. ഇവരൊക്കെ സിനിമകൾ നമ്മൾ നിരോധിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ, ആ ഡയറക്ടർ ആയിക്കോട്ടെ, പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, ആക്ടർ ആയിക്കോട്ടെ, ആക്ട്രസ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫറോ ആരോ ആയിക്കോട്ടെ, എഡിറ്റർ ആരോ ആയിക്കോട്ടെ, അവരൊക്കെ നിരോധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് മലയാള സിനിമയുടെ, ലോക സിനിമയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം മറ്റേ ഹോം എന്നുള്ള സിനിമയുടെ പ്രൊഡ്യൂസർ അതേപോലെ ആക്ടറും കൂടി ആയിട്ടുള്ള മറ്റേ മൂപ്പരിക്കെതിരെ വിജയ് ബാബുവിനെതിരെ ഇങ്ങനെ ഇതേപോലെ ഒരു പെണ്ണ് കേസിൽ പീഡനത്തിൽ ഇങ്ങനെ ഒരു സംഭവം വന്നതിന് ശേഷം പലരും പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഇതായിരുന്നു, എന്താണ് വിജയ് ബാബുവിന് നിരോധനം ഏർപ്പെടുത്തുന്ന സിനിമയിൽ നിന്ന്. അന്ന് ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ അതേ സംഗതി തന്നെയാണ് കേസ് എനിക്ക് തോന്നുന്നത്. ആസ് എൻ ആർട്ടിസ്റ്റ് മൂപ്പർ അടിപൊളിയായിരിക്കും, സിനിമേനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും, അതേപോലെ തന്നെ ആണ് ഇങ്ങനെയുള്ള കുറേ സംഗതികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ. അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു എന്നതുകൊണ്ട് മലയാള സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ സിനിമ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ കലാലോകത്ത് നിന്ന് അവർക്ക് ഒരു നിരോധനം ഏർപ്പെടുത്തുമെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കേസ്. എന്തായാലും അവരുടെ ലൈഫ് അങ്ങനെ പോയി, എന്താ ചെയ്യുക. പിന്നെ രഞ്ജിത്തിനെ ഭയങ്കരമായ രീതിയിൽ തെറി വിളിച്ചുകൊണ്ട് കുറേ ടീംസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേസ്. അതായത് ഒരുത്തം വീണ് പോയിട്ടുണ്ടെങ്കിൽ കുതിര കയറാൻ കുറേ ടീംസ് ഉണ്ടായിരിക്കുമല്ലോ. ഇതിൻ്റെ ഞാൻ വീണ്ടും പറഞ്ഞാൽ രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്യില്ല. രഞ്ജിത്തിനുള്ള കലാകാരനെ, അദ്ദേഹത്തിൻ്റെ കല വെച്ചിട്ട്, സിനിമകൾ വെച്ചിട്ട് ആ ഒരു കലാകാരന് മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ട് എന്നാണ് കേസ് എൻ്റെ ഒരു പോയിൻ്റ്. അതാണ് സംഭവം. ഇതിൻ്റെ വേറൊരു സംഭവമുണ്ട്, ദിലീപിനെതിരെയുള്ള കേസ് ഉണ്ടല്ലോ. ദിലീപിനെ വെറുതെ വിട്ടിട്ടും ആളുകൾ ഇപ്പോഴും ദിലീപിൻ്റെ സിനിമകൾ ഞാൻ കാണൂല, ദിലീപിൻ്റെ സിനിമകൾ ഞാൻ കാണാൻ തിയേറ്ററിൽ അഥവാ പോവുകയാണെങ്കിൽ ഞാൻ കൂക്കും എന്നൊക്കെ പറഞ്ഞുള്ള കുറേ ടീംസ് ഉണ്ട്. ഓക്കെ, ദിലീപിന് പാറ്റൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇരട്ട പേരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ രഞ്ജിത്തിന് മാടമ്പി എന്ന് പറയുന്നത്, ഫ്യൂഡൽ മാടമ്പി എന്ന് അത്രയും. അതായത് മോഹൻലാൽ ആ കഥാപാത്രമായിട്ട് രാവണപ്രഭുവിലും അതേപോലെ ദേവാസുരത്തിലൊക്കെ എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡുള്ളത്, അതേ ഒരു ആറ്റിറ്റ്യൂഡാണ് ആ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച തിരക്കഥാകൃത്തായിട്ടുള്ള അതേപോലെ സംവിധായകനുമായിട്ടുള്ള രഞ്ജിത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ് പൊതുവെ പലരുടെയും ഒരു കണ്ടെത്തൽ കേസ്. ചില ആളുകൾ ഇത് പബ്ലിക്കായിട്ട് വന്ന് വീഡിയോസിലൂടെയും കമൻറ്റുകളിലൂടെ ഇൻ്റർവ്യൂസിലൂടെയൊക്കെ പറയുന്നു. ചില ആളുകൾ അവരുടേതായ പേഴ്സണൽ കോണ്ടാക്റ്റുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ പേഴ്സണൽ ടോക്കുകളിൽ സംസാരിക്കുന്നു. പലർക്ക് പബ്ലിക്കായിട്ട് സംസാരിക്കാനുള്ള ധൈര്യമില്ല. എന്തായാലും ഇവിടെ രേവതിനെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് കേസ്. രേവതി രഞ്ജിത്തിൻ്റെ വലിയ രീതിയിലുള്ള സപ്പോർട്ടറായിരുന്നു എന്നൊക്കെ. ഇതിൻ്റെ വേറൊരു വലിയ അപകടമായിട്ട് എനിക്ക് തോന്നിയുള്ള സംഗതി എന്താ വെച്ചാൽ, രഞ്ജിത്ത് ആ കാരവാനിൽ വെച്ചിട്ട് ആ യുവതിയെ പീഡിപ്പിക്കുന്ന സമയത്ത് കാരവാനിൻ്റെ പുറത്ത് വേറെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ കാത്തു നിന്നിരുന്നു ഗാർഡിയനായിട്ട്. ആ അവസ്ഥ നയിച്ചു പിമ്പായിട്ട് പ്രവർത്തിക്കുക. എന്താണ് സംഭവം? എന്നിട്ട് പീഡിപ്പിക്കപ്പെട്ട യുവതി കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്, അവരെല്ലാവരും കൂടി ആശ്വസിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ എത്ര അപകടകരമായ ഒരു അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ചു നോക്കും. എന്തായാലും ഞാൻ ആലോചിക്കുന്ന സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരെങ്ങനെയാണ്, അതായത് പവർഫുള്ളായ ആളുകളായതുകൊണ്ടായിരിക്കുമല്ലേ പിന്നീട് ഇവർക്ക് സമൂഹത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുന്നത്. ഇവരൊരു പ്രൈവറ്റ് ലൈഫ് എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. ഈ കുടുംബം, കുട്ടികൾ, അല്ലേ, കസിൻസ്, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ഇവരെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളൊക്കെ ഒരു സംഭവം. എന്തായാലും രഞ്ജിത്ത് എന്നുള്ള കലാകാരൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇത്രത്തോളം അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഒരു സംഭവമുണ്ട്. പക്ഷേ അതിൽ ഒതുങ്ങിക്കൂടരുത് എന്നാണ് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നത് ഗൈസ്. അപ്പോൾ രഞ്ജിത്തിൻ്റെ സിനിമകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ. പിന്നെ അടിപൊളിയാണ് രഞ്ജിത്തിൻ്റെ സിനിമകളൊക്കെ അടിപൊളിയാണ്. എന്തായാലും മലയാള സിനിമയിൽ വളരെ യുണീക്കായിട്ടുള്ള കഥാപാത്രങ്ങളെയും കഥകളെയും തന്തുക്കളെയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ് മൂപ്പര്. ആർട്ടിസ്റ്റിക്കലി അടിപൊളിയാണ് മൂപ്പര്. പിന്നെ അതിൻ്റെ വേറെ സംഭവം എന്താ വെച്ചാൽ, ലീല എന്നുള്ള സിനിമ വലിയ രീതിയിൽ ചർച്ച ചെയ്യാനുണ്ട് കേസ്. അതിൽ ഒരു
ആനയുടെ മറ്റേ തുമ്പിക്കൈയിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ ഭോഗിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് വിനായകൻ അന്ന് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു സെക്സ് പെർവേർട്ടാണ് രഞ്ജിത്ത് എന്നൊക്കെയാണ് മൂപ്പരെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് സംഭവം എന്താ വെച്ചാൽ അതും ഒരു ആർട്ട് വർക്ക് എന്നുള്ള രീതിയിലാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വയലൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇതല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇപ്പോൾ കഞ്ചാവ് അടിക്കുന്നതും കൊലപാതകം നടത്തുന്നതും വളരെ ക്രൂരമായിട്ട് കൊലപാതകം നടത്തുന്നതും പീഡിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ സിനിമകൾക്കെതിരെ ആളുകൾ ഇങ്ങനെ പ്രതികരിക്കലുണ്ടോ? രഞ്ജിത്ത് ആയതുകൊണ്ട് പ്രതികരിക്കുക എന്നുള്ളൊരു സംഗതിയാണ് ഗൈസ്. എന്തായാലും ഇത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഏത് കലാകാരനായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് അയാൾ ചെയ്തുകൊണ്ട് തന്നെയാണ് സംഭവം ഇങ്ങനെ സംഭവിക്കുന്നത്, അതിനുള്ള റിസൾട്ടുകൾ സംഭവിക്കുന്നത്, മൂപ്പര് അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കലാകാരന്മാർ നമുക്ക് സിനിമയ്ക്ക് ഇങ്ങനെ കുറച്ച് കാലത്തേക്കെങ്കിലും നഷ്ടമാവുന്ന സമയത്ത് അത് മലയാള സിനിമാ ലോകത്തെ വലിയ രീതിയിൽ ബാധിക്കുമോ എന്ന രീതിയിൽ വലിയ രീതിയിലൊരു ആങ്സൈറ്റി എനിക്കുണ്ട് കേസ്. പിന്നെ പലരും പറയുന്നത് രഞ്ജിത്തിൻ്റെ ഗ്രാഫ് തീർന്നു, ഗ്രാഫ് നേരെ താഴോട്ടാണ്, രഞ്ജിത്ത് നിന്ന് തിരിച്ചു വരില്ല എന്നൊക്കെ. തിരിച്ചു വരണം എന്നാണ് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നത്. അത് രഞ്ജിത്ത് എന്നല്ല എല്ലാവരും. ഇപ്പോൾ നമുക്കറിയാവുന്ന ലോഹിതദാസ് ഇങ്ങനൊരു വ്യഞ്ജനമല്ല കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തിരക്കഥാകൃത്തുക്കളിലും സംവിധായകരിലും ഒരാളാണ് ലോഹിതദാസ്. അതേപോലെ ലോക സിനിമയിൽ ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. ഇപ്പോൾ മലയാളത്തിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോൾ ലോഹിതദാസ്. അപ്പോൾ ഇവിടെ ലോഹിതദാസിൻ്റെ ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ്റെ നഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടങ്ങളാണ്. അപ്പോൾ അതേപോലെ രഞ്ജിത്ത് മലയാള സിനിമയിൽ നിന്ന് ഇങ്ങനെ മാറിപ്പോകുന്ന ഒരവസ്ഥ വരുന്ന സമയത്ത് അതും മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമാണ്. അപ്പോൾ പലരും പറയുന്ന ഒരു സാധനമുണ്ട്, ഒരാൾ പോയാലും വേറൊരാളുണ്ടായിരിക്കും മലയാള സിനിമ. ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞാൽ അദ്ദേഹത്തെ മറക്കുന്നുണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ വർക്ക് അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ മറക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള സിനിമ ലോക സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ അതിൽ വലിയ സംഭാവനകൾ ഇങ്ങനെയുള്ള കലാകാരന്മാരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്കൊരിക്കലും അവഗണിക്കാൻ പറ്റില്ല കേസ്. ഇപ്പോൾ രഞ്ജിത്ത് ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരാതികൾ മൂപ്പർക്കെതിരെ വന്നിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, അറസ്റ്റ് കൈവരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് രഞ്ജിത്ത് ചെയ്ത സിനിമകൾ, അദ്ദേഹത്തിൻ്റെ വർക്കുകൾ, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകളൊന്നും നമുക്കൊരിക്കലും ഇല്ലാണ്ടാക്കി കളയാൻ പറ്റില്ല കേസ്. നമ്മളങ്ങനെ അവഗണിക്കുന്നത് കലയോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണെന്നാണ് ഗൈസ് എൻ്റെ ഒരു പോയിൻ്റ്. പിന്നെ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കാര്യം ശ്രദ്ധിക്കും. ഇപ്പോൾ വിനായകൻ്റെ കാര്യം തന്നെ നോക്കുക. വിനായകൻ ജാതീയതയ്ക്കെതിരെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് പല ആളുകളുടെ ഉള്ളിൽ എന്താ വെച്ചാൽ ഈ ജാതി സ്പിരിറ്റ് ഉണ്ട് ഗൈസ്. അതിപ്പോൾ മേൽ ജാതി, കീഴ് ജാതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീണ്ടും ജാതീയതയാണ് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ഞാൻ വിനായകനെതിരെ സംസാരിക്കില്ല, പല ആളുകളുടെയും. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് ഈഗോ പലരുടെയും ഉള്ളിലുണ്ട് ഗൈസ്. നമ്മൾ എത്രത്തോളം കാസ്റ്റിസം, ജാതീയത, ഈ ജാതി വ്യവസ്ഥ ഈ സമൂഹത്തിൽ ഇല്ല എന്ന് പറയാൻ ശ്രമിച്ചാലും ഇങ്ങനൊരു സംഭവം ആളുകളുടെ ഉള്ളിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആളുകളുടെ പൊതുവൊരു സൈക്കായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം, ആളുകൾ ഇപ്പോൾ പോസിറ്റീവായിട്ടൊരു സംഗതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ കൂടുതൽ ആളുകൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന നെഗറ്റീവായ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ പറഞ്ഞില്ലേ സ്ത്രീ എന്താ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, രാവണപ്രഭുവിലല്ലേ ഡയലോഗ്, അതായത് വെള്ളം അടിച്ചിട്ട് കോണ് തിരിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് തൊഴിക്കാൻ എനിക്കൊരു പെണ്ണിനെ വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് കൈയടിക്കുന്ന ടീംസ് ഉണ്ട്, അത് വെച്ച് റീൽ ചെയ്യുന്ന ഫെമിനിസ്റ്റുകളുണ്ട്. അപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്. പിന്നെ വളരെ സറ്റയറിക്കലായിട്ട് ആ ഒരു ഭാഗത്തെ എടുത്ത് പ്രതികരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറഞ്ഞിട്ട് കുറേ ടീംസ് ഇറങ്ങുന്നുണ്ട് ഗൈസ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ഞാനൊരു കാര്യം പറയട്ടെ, ഈ കറക്റ്റ് എന്ന് പറയുന്ന സംഗതി എന്താണ്? ഇന്ന് കറക്റ്റ് എന്ന് തോന്നുന്ന സാധനങ്ങൾ ഭാവിയിൽ നമുക്ക് കറക്റ്റായി തോന്നണമെന്നില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഒരു സമയത്ത് നമുക്കുണ്ടായിരുന്ന, അതായത് വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് വേറെ ചില വിഷയങ്ങളുണ്ട്. വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഫ്രീഡം, അതേപോലെ ഡിഗ്നിറ്റി എന്നുള്ള പോയിൻറ്റുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ആളുകളാണ് ഇപ്പോൾ വസ്ത്രധാരണ ഒരുപാട് കുറഞ്ഞു വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, വസ്ത്രത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നൊക്കെ പറഞ്ഞ സംഭവം. അപ്പോൾ ഈ ഒരു പോയിൻ്റ് പറയുമ്പോൾ ഇതിൽ വേറെ കുറേ കാര്യങ്ങളും കൂടി ഉണ്ട്. നമ്മൾ ആ വിഷയം മാറിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അതിൽ സംസാരിക്കാത്തത്. എന്തായാലും മനുഷ്യൻ്റെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്. എല്ലാവർക്കും ഇവിടെ സമാധാനത്തോടു കൂടി അന്തസ്സോടു കൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട് ഈ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും. അപ്പോൾ കലാലോകം, പ്രത്യേകിച്ച് സിനിമാ ലോകം ഇങ്ങനെ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റായി ഒന്നായിരിക്കണം, സേഫായി സെക്യൂറായി ഒന്നായിരിക്കണം എന്നൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ കുറേ ഹേമ കമ്മിറ്റി പോലുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് തന്നെ വൻ ഉടായിപ്പായിട്ടാണ് കേസ് എനിക്ക് തോന്നുന്നത്. ഹേമ കമ്മിറ്റിയിൽ അതിലെ മെയിൻ ലീഡേഴ്സ് പറഞ്ഞ ആളുകൾ തന്നെ തല്ലി പിരിഞ്ഞു പോയി, അവർക്ക് തന്നെ വേറെ സംഭവം. ഇത് പലതരത്തിലുള്ള സ്വാധീനങ്ങളുണ്ട് കേസ്. ഒന്നാമത് കാശ്, പിന്നെ പൊളിറ്റിക്സിൻ്റെ സ്വാധീനം, പിന്നെ വേറെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ നമുക്കറിയാവുന്ന സിനിമാ ലോകം എന്ന് പറയുന്ന കാശ് ഒരുപാട് വാരി എറിയുന്ന സംഭവം.
അവിടെ റെക്കമെൻഡേഷൻ ഇപ്പോഴും കാസ്റ്റിംഗ് കൗച്ച് സാധനങ്ങളൊക്കെ നിലകൊള്ളുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ വേറെ പലരും ആക്ഷേപിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും എന്താ വെച്ചാൽ ഇങ്ങനെ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി പലരും പല ഇതിലൊക്കെ ചെയ്യുന്നുണ്ട്. അത് പറയുമ്പോൾ പ്രിയങ്ക അനൂപ് എന്തോ അല്ലേ അവരുടെ പേര്. അപ്പോൾ അവർ ദിലീപിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആ സമയത്താണ് അവർ കൂടുതൽ ആളുകൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ മുഖവിലേക്ക് എടുത്ത് എന്ന് തോന്നുന്ന കേസ്. അവർ പറയുന്ന ഒരു അവരല്ല പലരും ചുരുക്കം ചില ആളുകൾ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അവസരങ്ങൾ കിട്ടാൻ വേണ്ടി പലരും ഇങ്ങനെ കിടന്നു കൊടുക്കുകയും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏറ്റവും അവസാനം പീഡിപ്പിച്ചു കൊണ്ട് വരും എന്നൊക്കെ. ഞാൻ രഞ്ജിത്തിൻ്റെ കാര്യമില്ല കേട്ടോ പറയണം, അങ്ങനെയല്ല പറയണം, അവർ പറഞ്ഞൊരു കാര്യമാണ് പറയണത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ രഞ്ജിത്തിന് കാണിച്ച മടമ്പിത്തരത്തിന് അയാൾ ചെയ്ത ക്രൂരതകൾക്കുള്ള ശിക്ഷ അയാൾ ഏറ്റുവാങ്ങുന്നു എന്നൊരു രീതിയിലേക്ക് ഇത് പറയും. പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അങ്ങനെയാണ് കാവ്യനീതി. ഞാൻ ആ രീതിയിലാണ് ഈ കാര്യത്തെ നോക്കിക്കളഞ്ഞ്. എന്തായാലും രഞ്ജിത്തിൻ്റെ സിനിമകൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഞാനൊരു കലാസ്നേഹി സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ ഒരിക്കലും രഞ്ജിത്തിൻ്റെ സിനിമകളെ എനിക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം അതിൽ പൊളിറ്റിക്കലി കറക്റ്റായ സാധനങ്ങളാണോ ചെയ്യുന്നത് അല്ലേ ചെയ്യുന്നത് അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാനൊരു ആർട്ട് വർക്കായിട്ടാണ് നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. എന്താ പറയുക, പീഡിപ്പിക്കപ്പെട്ട യുവതിക്കൊപ്പം. അപ്പോൾ രഞ്ജിത്ത് എന്നുള്ളൊരു മനുഷ്യൻ, ആ ഒരു കലാകാരൻ ഇല്ലാണ്ടായി പോവാതിരിക്കട്ടെ എന്നാണ് കേസ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ സിനിമകൾ രഞ്ജിത്തിൻ്റെ വരട്ടെ എന്നൊരു സംഭവം. പിന്നെ എല്ലാവരും ഈ പറഞ്ഞവർ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഇത് വേറൊരാളുടെ അവകാശങ്ങൾ, സ്വാതന്ത്ര്യത്തെയും അതേപോലെ തന്നെ ഒരു അന്തസ്സിനെയൊക്കെ ഇല്ലാണ്ടാക്കുന്ന സംഭവമാണ്. ഇവരുള്ളിൽ വലിയ വലിയ ട്രോമകളാണ് ഉണ്ടാവുക. പിന്നെ ഇവിടെ ഒരു നിയമവ്യവസ്ഥിതി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മാനിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട് കേസ്. എന്തായാലും രഞ്ജിത്തിൻ്റെ കേസിൽ ഇവിടെ പറയുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ എല്ലാവരും കൂടി രഞ്ജിത്തിനിട്ട് ഇങ്ങനെ അലക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ പൊളിറ്റിക്കലായിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇലക്ഷൻ്റെ സമയത്തുള്ള പൊന്തി വരുന്ന കുറേ സംഗതികളുണ്ട് കേസ്. ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞു രഞ്ജിത്തിനെതിരെയുള്ള ഈ സംഗതികളൊക്കെ ഇലക്ഷൻ്റെ ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഇതിങ്ങനൊരു സംഭവം പെട്ടെന്ന് അതിനൊരു തീരുമാനമായി എന്നൊക്കെ. അപ്പോൾ ഇതറിയില്ല അതിൻ്റെ പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ മെക്കാനിസം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തടത്തോളം കാലം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യമില്ല. സീക്രട്ട് ഏജൻറ്റ് വീഡിയോയിലൊക്കെ മൂപ്പര് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജിത്ത് അങ്ങനെയുള്ള ആളാണ്, ഇങ്ങനെയുള്ള ആളാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെന്ത് പ്രൂഫിൻ്റെ പുറത്താണ് ചെയ്യുന്നത് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയില്ല കേസ്. അപ്പോൾ ഇവിടെ ഒരു സംഭവം എന്താ വെച്ചാൽ രേവതിക്കെതിരെയാണ് വലിയ രീതിയിൽ ആരോപണങ്ങൾ വരുന്നത്. രേവതി രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇപ്പോഴും രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണോ ആണെങ്കിൽ അത് മലയാള സിനിമയിൽ സമൂഹത്തിൽ വലിയ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് ആ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും മലയാള സിനിമ വിജയിക്കട്ടെ കേസ്, അത്രയേ ഉള്ളൂ.